ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് ബ്രസീലിയൻ ലീഗിൽ നടന്ന മത്സരത്തിൽ നെയ്മറുടെ ക്ലബ്ബായ സാന്റോസ് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഒന്നിനെതിരെ 2 ഗോളുകൾക്കായിരുന്നു ഇന്റർനാസിയോണൽ സാന്റോസിനെ പരാജയപ്പെടുത്തിയത്. സാന്റോസിന്റെ മൈതാനത്ത് വെച്ചുകൊണ്ടായിരുന്നു ഈ മത്സരം നടന്നിരുന്നത്. മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാന്റോസിന് കഴിഞ്ഞിരുന്നു. അതായത് 65% ബോൾ പൊസഷൻ സാന്റോസിനായിരുന്നു ഉണ്ടായിരുന്നത്. ആകെ 21 ഷോട്ടുകൾ അവർ ഉതിർത്തിട്ടുണ്ട്. ടാർഗറ്റിലേക്ക് 7 ഷോട്ടുകൾ അവർ ഉതിർത്തിട്ടുണ്ട്. അതായത് ഇന്റർനാസിയോണലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആധിപത്യം പുലർത്തിയത് സാന്റോസ് തന്നെയായിരുന്നു. പക്ഷെ ദൗർഭാഗ്യവശാൽ അവർ പരാജയപ്പെട്ടു. മത്സരത്തിന്റെ 93-ാമത്തെ മിനിറ്റിൽ നെയ്മർ ജൂനിയർ ഒരു കിടിലൻ ഗോൾ നേടിയിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു കിടിലൻ ഷോട്ട് ഉണ്ടായിരുന്നു. അത് ഗോൾ പോസ്റ്റിൽ തട്ടിക്കൊണ്ട് ഉള്ളിലേക്ക് കടന്നു എന്നതാണ് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. പക്ഷെ അപ്പോഴേക്കും ഗോൾ കീപ്പർ അത് പിടിക്കുകയും ചെയ്യുന്നുണ്ട്. നെയ്മർ ജൂനിയർ ഗോൾ സെലിബ്രേഷൻ ഒക്കെ നടത്തിയിരുന്നു. പക്ഷെ റഫറി അത് നിഷേധിക്കുകയായിരുന്നു. ഈ ഗോൾ നിഷേധിച്ച കാര്യത്തിൽ വലിയ വിവാദമാണ് ഇപ്പോൾ ബ്രസീലിയൻ ഫുട്ബോൾ ലോകത്ത് നിലകൊള്ളുന്നത്. അതായത് ഗോൾ ലൈൻ ടെക്നോളജി അവിടെ ഇല്ലായിരുന്നു. കൂടാതെ വാർ ഉപയോഗിക്കാൻ റഫറി തയ്യാറായില്ല. അങ്ങനെയാണ് ഈ ഒരു തീരുമാനം റഫറി എടുത്തിട്ടുള്ളത്. ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ആ ഒരു ബോൾ ഗോൾ ലൈൻ കടന്നിട്ടുണ്ട്, ക്രോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ റഫറിയുടെ അവകാശവാദം അങ്ങനെയായിരുന്നില്ല. അതായത് ബോൾ ഗോൾ ലൈൻ കടന്നിട്ടില്ല, ക്രോസ് ചെയ്തിട്ടില്ല എന്നായിരുന്നു റഫറി പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് അത് നിഷേധിച്ചിട്ടുള്ളത്. അദ്ദേഹം വാർ പരിശോധിക്കാൻ തയ്യാറായില്ല എന്നുള്ളത് വിവാദകരമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഗോൾ ലൈൻ ടെക്നോളജി ഇല്ലാത്ത ഒരു സമയത്ത് വാർ എങ്കിലും അദ്ദേഹം ഉപയോഗിക്കണമായിരുന്നു എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. ഏതായാലും സാന്റോസിന്റെ ഒരു സമനില ഗോളാണ് റഫറി അത് മുഖാന്തരം നിഷേധിച്ചിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.